സംസ്ഥാനത്തെ റേഷൻ കരാറുകാരുടെ സമരം ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രശ്നപരിഹാരത്തിന് ഭക്ഷ്യവകുപ്പ് ശ്രമിക്കുന്നില്ല എന്ന് പരാതി. കുടിശ്ശികയായ 100 കോടി രൂപ നൽകുന്നതിൽ ഇടപെടുന്നില്ലെന്നും ചർച്ചയ്ക്ക് വിളിച്ചില്ലെന്നും കരാറുകാരുടെ പരാതിയുണ്ട്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് നൽകാനുള്ള അരിവിഹിതം പല റേഷൻ കടകളിലും ഇപ്പോൾ ലഭ്യമല്ലെന്നും റേഷൻ വ്യാപാരികൾ. രാഹുൽ സുരേഷ് ആയിരുന്നു വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന്. പറയൂ രാഹുൽ സുരേഷ്. റേഷൻ കരാറുകാരുടെ കാര്യം വലിയ കഷ്ടമാണ്. സാധാരണക്കാരെ അന്നമൂട്ടി തങ്ങളുടെ കുടുംബം പട്ടിണിയിലാകുന്നു എന്നാണ് റേഷൻ കരാറുകാർ പറയുന്നത്. അതായത് കഴിഞ്ഞ 3 മാസത്തെ കുടിശ്ശികയായി 100 കോടിയോളം രൂപയാണ് ഇവർക്ക് ലഭിക്കാനുള്ളത്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഈ റേഷൻ വിതരണം നടത്തിയതിന്റെ പൈസയാണ് ഇവർക്ക് കുടിശ്ശികയായിട്ടുള്ളത്. അതുമാത്രമല്ല, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസത്തിൽ ഈ സാധനങ്ങൾ വിതരണം ചെയ്തതിന്റെ ഭാഗമായി 10% പൈസ ലഭിക്കാനുണ്ട്. ഇങ്ങനെ ആകെ 100 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. കഴിഞ്ഞ 3 മാസമായി നയ പൈസ പോലും ഈ കരാറുകാർക്ക് ലഭിച്ചിട്ടില്ല. ഇതോടെയാണ് ഇവർ ഈ സേവനം നിർത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് NFSA ഗോഡൌണുകളിൽ നിന്നും റേഷൻ കടകളിലേക്ക് വാതിൽപ്പടി സേവനം നടത്തുന്ന കരാറുകാരാണ് ഇപ്പോൾ ഒരാഴ്ചയായി സമരം നടത്തി വരുന്നത്. ഇതിന്റെ ഭാഗമായി ഒരു റേഷൻ കടകളിലേക്ക് ഇപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നില്ല. ഇതിന്റെ ഭാഗമായി മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് നൽകാനുള്ള അരിവിഹിതം പല റേഷൻ കടകളിലും ഇല്ല എന്നാണ് റേഷൻ കട വ്യാപാരികൾ പറയുന്നത്. ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സംസ്ഥാനത്തെ റേഷൻ കടകളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമരം ഒരാഴ്ച കഴിയുമ്പോഴും സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ ഇവരെ ചർച്ചയ്ക്ക് വിളിക്കാനോ ഇതുവരെയും ഭക്ഷ്യവകുപ്പ് തയ്യാറായിട്ടില്ല. സമരം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഭക്ഷ്യവകുപ്പിന് ഇത് സംബന്ധിച്ച കത്ത് നൽകിയിരുന്നു. പക്ഷേ ഇതുവരെയും ഇത് സംബന്ധിച്ച തീരുമാനമായിട്ടില്ല. 1 രൂപ പോലും, അതായത് ഈ പൈസ ലഭിക്കാതെ ഈ സമരം പിൻവലിക്കില്ല എന്നാണ് റേഷൻ കട വ്യാപാരികൾ ഈ ഘട്ടത്തിൽ പറയുന്നത്. SKN. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്.